ഇടുക്കി പൈനാവ് 56 ഉന്നതി തോട്ടിൽ ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മ്ലാവ് ചത്തു. 3 ചെന്നായ്ക്കൾ ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മ്ലാവിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൈനാവ് 56 ഉന്നതിയിലെ തോട്ടിലാണ് സംഭവം. 3 ചെന്നായ്ക്കൾ ചേർന്ന് മ്ലാവിനെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. മ്ലാവിന്റെ കണ്ണിനും കാലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ശരീരമാസകലം മാരകമായി മുറിവേൽക്കുകയും ചെയ്തിരുന്നു. അവശനിലയിലാണ് മ്ലാവിനെ തോട്ടിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞയുടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വെറ്ററിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കിയിരുന്നു. പരിക്കേറ്റ മ്ലാവ് തോട്ടിലെ വെള്ളത്തിൽ കിടന്നിരുന്നതിനാൽ മഴയിൽ വെള്ളം ഉയർന്നാൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് മുൻനിർത്തി മ്ലാവിനെ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനായി വനംവകുപ്പ് പ്രത്യേക ക്യാമറകൾ സ്ഥാപിക്കുകയും ശക്തമായ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കി മ്ലാവിന്റെ ജീവൻ നഷ്ടമാവുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജഡം മാറ്റി. അതേസമയം ജനവാസ മേഖലയിൽ ചെന്നായ്ക്കൂട്ടം എത്തിയത് നാട്ടുകാരിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സമീപത്ത് അംഗൻവാടിയും നിരവധി വീടുകളും ഉള്ളതിനാൽ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. വലിയ വാലൊക്കെയുള്ള അതിങ്ങനെ 3 ഉണ്ടായിരുന്നു. അതിങ്ങനെ കടിച്ചു വലിക്കുന്നു. അന്നേരം ഇങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഈ അടുത്ത വീട്ടിലെ കൊച്ചിനെ വിളിച്ചപ്പോഴത്തേക്കും അതിങ്ങനെ 2 കയറി ആ മുകളിലത്തേക്ക് പറമ്പിലേക്ക് മുകളിലേക്ക് 2 കൂടി അപ്പുറത്തേക്ക് പോയി. 3 ഞാൻ കണ്ടു. എന്നിട്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ അവശതയായി കിടക്കുക. അത് നിൽക്കുമായിരുന്നു ആദ്യം. പിന്നെ അതിന്റെ കൈയൊക്കെ കടിച്ചു പറിച്ചേക്കുക. പുറകിലും കണ്ണ് 2 ഇല്ല, 2 കണ്ണും കടിച്ചു പറിച്ച്, തൊണ്ടക്കുഴി കടിച്ചു പറിച്ച്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഭീഷണിയാകുന്ന ഈ മേഖലയിൽ വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് കുട്ടികളുടെയും നാട്ടുകാരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി.